എല്ലാ ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ഈ മതരാഷ്ട്രീയം, മത ബിസിനസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത ആ സത്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഇത് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സത്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇത് വേറൊന്നും പറയുന്നില്ല, നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ചേരമാൻ ഔലിയ മുസ്ലിമായി. ഓക്കെ, മുസ്ലിമായി അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ തെറ്റിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചേരമാൻ ഔലിയുടെ ഭാര്യ കുടുംബം ഓക്കെ, ഭാര്യ കുടുംബം എന്ന് പറയുമ്പോൾ അവരെ വരുമാനം തന്നെ അമ്പലം, പിന്നെ വിശ്വാസികളിൽ നിന്നും കിട്ടുന്ന വരുമാനം, പിന്നെ തെങ്ങ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വരുമാനം ഇല്ലാതാവും. അപ്പം അവർ അതിനെതിരെയായിട്ട് അവരും തുടങ്ങി. അതാണ് സത്യം. ഓക്കെ, പിന്നെ വേറൊരു സത്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, ഈ ബാബർ മസ്ജിദ് എന്തിനാണ് പൊളിച്ചതെന്ന് പറയുന്ന കഥകളെല്ലാം വേറെയാണ്. ഓക്കെ, ആ ബാബർ മസ്ജിദ് പൊളിക്കാൻ കാരണമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യ ഭരിക്കാൻ കാശ് വേണം. ഓക്കെ, ഇന്ത്യ ഭരിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞാൽ ഈ റൈസ് പുള്ളർ, റേഡിയേഷൻ പവർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. ഈ സംഭവം അവിടെ ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജനറൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായി, മതങ്ങൾ വെച്ചിട്ട് അവർ കലവരം ഉണ്ടാക്കിയിട്ട് എന്തായി, അതവരെടുത്ത് അതിൻ്റെ സൈഡിൽ കൂടി. ഇതാണ് നടന്ന സംഭവം. ഓക്കെ, മതങ്ങളെ വെച്ചിട്ട് ഈ സഭകളായാലും എല്ലാവരും ബിസിനസ്സാണ് ചെയ്യണത്. ഈ ഒന്നാണെന്ന് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബിസിനസ് നടക്കില്ല. മത ബിസിനസ് നടക്കില്ല, രാഷ്ട്രീയ ബിസിനസ് നടക്കില്ല, ഒന്നും നടക്കില്ല. നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കണമെന്ന് മതത്തിൻ്റെ തലവന്മാർ നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കണം. വോട്ടിന് നിങ്ങളെ ഈ സഭക്കാർ കാശ് വാങ്ങുന്നുണ്ട്, വോട്ട് ചെയ്യണതിന്. ഹിന്ദുപരമായിട്ടാണെങ്കിലും വോട്ട് ചെയ്യണതിന് കാശ് വാങ്ങുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ വിറ്റ് അവർ കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അന്നുമില്ല നീതി, ഇന്നുമില്ല നീതി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഉസ്താദിനെ പോയിസൺ കൊടുത്ത് കൊന്നാണെന്ന്. ഈ സംഭവം, ഈ സത്യം ഉസ്താദ് അറിഞ്ഞു. ഓക്കെ, ഉസ്താദ് മീഡിയയോട് തുറന്നടിച്ചു. അത് നിങ്ങൾക്ക് മീഡിയ നോക്കിയാൽ, പഴയ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ കാരണം. ഇന്ത്യ സമ്പന്ന രാഷ്ട്രമാണ്, അല്ലാതെ ഇത്രയും അധംപതന രാഷ്ട്രമല്ല എന്ന് പറഞ്ഞാൽ. അത് തുറന്നടിച്ചതെന്ന് വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചാൽ അത് വിറ്റാട്ടാണ് ഇവർ ഈ കാശുണ്ടാക്കിയത്. ഈ വോട്ട് വാങ്ങാൻ കാശ് വേണ്ടേ, വോട്ട് വിലക്കെടുക്കാൻ കാശ് വേണ്ടേ, എവിടെ നിന്ന് കിട്ടും? ഇതാണ് സംഭവം. ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ മരിച്ചു. ഇത് APJ അബ്ദുൽ കലാം അതിന് ശേഷം പുള്ളിക്കാരൻ മരിച്ചു. സത്യങ്ങൾ പുറത്തു വരും എന്ന് മനസ്സിലായപ്പോൾ അവരവരെ പണിയെടുത്തു. ജയലളിതനെ എങ്ങനെ ഇല്ലാതാക്കി അതേപോലെ തന്നെ പുള്ളിക്കാരനെ ഇല്ലാതാക്കി. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. മതങ്ങൾ നിങ്ങളെ വെച്ചിട്ട് മിസ്യൂസ് ചെയ്യണതാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണെന്നറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അമ്പലത്തിൽ പോവോ, നിങ്ങൾ പള്ളിയിൽ പോവോ, പള്ളിക്ക് പൈസ കൊടുക്കുമോ, പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുമോ? ഒന്നും കൊടുക്കൂല. ഈ സഭക്കാർ ഈ കിട്ടുന്ന കാശ് എന്താ ചെയ്യണത്? ഹോസ്പിറ്റലിൽ പണിയാണ്. എന്നാലും ഹോസ്പിറ്റലിൽ പണിതിട്ട് എന്താണ്, പാവങ്ങളെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണ്ട, എന്നാലും ആ പാവങ്ങളെ പിഴിഞ്ഞെടുക്കണതാണ്. ഒരു ഉദാഹരണം ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചിക്ക് എന്താ വില ശരിക്കും? കമ്പനി കൊടുക്കണ വെറും 10 കമ്പനി കൊടുക്കണ വെറും 1 രൂപ 2 രൂപ. നമുക്ക് തരുന്ന എത്രക്കാണ്? 100 രൂപക്ക്. അപ്പോൾ എന്ത് ലാഭം? കൊള്ളലാഭം. ഈ കൊള്ളലാഭം കൂടാതെ ഈ ഹോസ്പിറ്റലിൽ വളർന്ന് ഈ
ഈ ജനങ്ങളെ തന്നെ പിഴിയുന്നു. എല്ലാം മതരാഷ്ട്രീയമാണ്, മതത്തിൻ്റെ ബിസിനസ്സാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അള്ളാഹുവിൻ്റെ ഫോട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ലെന്ന്. അള്ളാഹു എന്നൊരു ഫോട്ടോയിൽ നിൽക്കുന്ന ആളല്ല. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഒരു അള്ളാഹിൻ്റെ ഇരിപ്പിടം പോലും ഒരു ഫോട്ടോയിൽ ഒതുങ്ങൂല, ഒരു ഫോട്ടോയിൽ ഒതുങ്ങൂല. എന്താണ് കാരണം? അത്രയ്ക്കും വലിയവനാണ് പടച്ചവൻ. ആ പടച്ചവൻ ആ ഫോട്ടോയിലും ഇതിലൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ലാസ്റ്റ് കാലഘട്ടത്തിൽ പടച്ചവൻ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വരും. അത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് എന്താണ്? പുള്ളിൻ്റെ ഒരു പ്രകാശമാണ്. അത് 7 തട്ടിൽ നിന്നാണ് കാണിച്ചേക്കുന്നത്. 7 തട്ടിൽ നിന്ന്. ആ 6ാമത്തെ തട്ടിലേക്ക് നബി നിന്ന് കഴിഞ്ഞാൽ നബി കരിഞ്ഞു. നബിക്ക് അങ്ങനെയാണ് കണ്ടേക്കണത്. ഇതാണ് സത്യം. എല്ലാം മതരാഷ്ട്രീയമാണ്, മത ബിസിനസ്സാണ് ഈ നടക്കുന്നത്. ഈ സത്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇവരൊരു കാര്യം നടക്കില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ പൂർവികർ തന്നെ നമ്മളാ സത്യങ്ങൾ ഉറപ്പിച്ചു വെച്ച് നമ്മൾക്ക് സത്യങ്ങൾ ഇതെല്ലാം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പക്കയായിട്ട് എനിക്ക് കിട്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണത്. അല്ലാതെ എനിക്ക് പ്രാന്തൊന്നുമില്ല. ഇപ്പോൾ ഒരു ശ്രീനാരായണ ഗുരു എല്ലാവരും ഒന്നാണ്, ഒരു ദൈവമാണെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരനെ പ്രാന്തനാക്കി, ആ പുള്ളിക്കാരനെ ദ്രോഹിച്ച് കൊന്നു ജനങ്ങൾ തന്നെ. ഇതാണ് നടന്നത്. സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരൊരു കാര്യം നടക്കില്ല. പിന്നെ കൊച്ചിയിൽ കലാപം ഉണ്ടാക്കിയ എന്തിനാണ്? ഈ പള്ളി അമ്പലമാക്കണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാണ്? ഇത് തമ്മിലടിച്ചിട്ട് എന്താണ്? ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ കുത്തിപ്പൊളിച്ച് നശിപ്പിച്ച് എല്ലാം കട്ടും പോയി, എല്ലാം തൊലഞ്ഞ്, എല്ലാം നാരായണക്കല്ലെടുത്ത്. ഇതെല്ലാം ബിസിനസ്സാണ്. അതും മുകളിലുള്ളവർ ചെയ്യുന്ന ഓർഡർ അടിയിലുള്ള പാവങ്ങൾക്ക് അറിയില്ല. പാവങ്ങൾ അന്നും അതേപോലെ ഇന്നും ഇതേപോലെ. ഇതാണ് സത്യം. ഈ സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുമ്പോൾ നിങ്ങൾ എന്നെ പ്രാന്തനാക്കാം, അതെനിക്ക് വിഷയമില്ല. പക്ഷേ ഈ സത്യം നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ഒരു കർത്തവ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ബ്രാഹ്മണന്മാർ, പണ്ടത്തെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശിവൻ പറഞ്ഞിട്ടുണ്ടാ ഞാൻ ദൈവമാണ്? ജീസസ് പറഞ്ഞിട്ടുണ്ടാ ഞാൻ ദൈവമാണ്? ഭഗവത്ഗീത അതെന്താ അർത്ഥം? ഭഗവത് പടച്ചോൻ്റെ ഗീത എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് 3 സത്യമാണ്. പക്ഷേ ആ സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് മുകളിലുള്ള പൂർവികർ ഒളിപ്പിച്ചു വെച്ച്. ആ സത്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറയണത്. അല്ലാതെ എനിക്ക് ഇതിനെ കൊണ്ടും നിങ്ങളൊന്നും തരണ്ട. പക്ഷേ ഈ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ അത് തെറ്റാണ്. ഒളിപ്പിച്ചു വെച്ചാൽ തെറ്റാണത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.